ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു നല്ല ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് നല്ല നല്ല ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടോ? നല്ല ആഗ്രഹങ്ങളുണ്ടോ? ഉദാഹരണത്തിന് അപ്പച്ച നല്ല ആഗ്രഹമാണ് ആരോഗ്യത്തോടെ ഇരിക്കണം. അതൊരു നല്ല ആഗ്രഹമാണ് അല്ലേ? അല്ലേ അമ്മച്ചിയുടെ ആഗ്രഹം എന്താ? മകള് മകൻ അവർ സന്തോഷത്തോടെ ഇരിക്കണം. നല്ല ആഗ്രഹങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ചില നല്ല ആഗ്രഹങ്ങളുണ്ട്. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുടെ ഉള്ളിലുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നല്ല കുറേ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ, സങ്കീർത്തകനായ ദാവീദ് നമ്മളെ ഒരു വചനം നൽകി ഇതാ പഠിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞു കാര്യമാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ സംഭവിക്കപ്പെടാൻ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ആശ്രയിക്കേണ്ട ഒരു കാര്യം. ബുക്ക് ഓഫ് സാം, സങ്കീർത്തന പുസ്തകം 37 അധ്യായം അതിൻ്റെ 4 തിരുവചനം. ബൈബിൾ ഉള്ളവർ തുറക്കുന്നു. കുഞ്ഞു വചനമാണ്, പെട്ടെന്ന് പഠിക്കാം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 37 വേഴ്സ് 4, 4 തിരുവചനം വായിച്ചാലോ? കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കണ്ടോ, ഇതാണ് വചനം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. വലതുകര ഉയർത്തി വചനം ഏറ്റു പറഞ്ഞ് സങ്കീർത്തനം ഉച്ചത്തിൽ പറ. സങ്കീർത്തനം 37 അധ്യായം 4 തിരുവചനം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഒരിക്കൽ കൂടെ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വിഷയത്തെ പഠിക്കുന്ന ഒരല്പസമയം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ വായിക്കുന്ന മറ്റൊരു വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 17 അധ്യായം 11 മുതലുള്ള വചനം. നമുക്കറിയാവുന്ന ഒരു വചനഭാഗം തന്നെയാണ്. പക്ഷെ ഇത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. ലൂക്കായുടെ സുവിശേഷം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 17 അധ്യായം അതിൻ്റെ 11 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ബൈബിൾ ഉള്ളവർ തുറന്ന് നമുക്ക് ഒരുമിച്ച് വായിക്കാം. ബൈബിൾ ഇല്ലാത്തവർ ചെവി തുറന്ന് ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് കേൾക്കാം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അതെ. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. ശ്രദ്ധിച്ച്, എത്ര കുഷ്ഠരോഗികൾ? 10 കുഷ്ഠരോഗികൾ. അവരെ കണ്ടപ്പോൾ ഈശോയ്ക്ക് എന്ത് തോന്നി? അലിവ് തോന്നി, കരുണ തോന്നി. ഈശോ എന്തു പറഞ്ഞു? നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. ആ കാലഘട്ടത്തിൻ്റെ യഹൂദ പശ്ചാത്തലത്തിൻ്റെ നിയമത്തിൻ്റെ ഒരു പ്രാധാന്യം അങ്ങനെയാണ്. അവർ സൗഖ്യപ്പെട്ടുവെന്ന് അവരുടെ പുരോഹിത നേതാക്കൾ സാക്ഷ്യപ്പെടുത്തണം. അപ്പം അതുകൊണ്ട് ഈ 10 കുഷ്ഠരോഗികളോടും ഈശോ പറഞ്ഞു, നിങ്ങൾ നേരെ പൊക്കോ, നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, നിങ്ങൾക്ക് സൗഖ്യം കർത്താവ് തന്നു കഴിഞ്ഞു. വചനം പറയുന്ന എന്താണ്? അവർ പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു. ഇനി ശ്രദ്ധിച്ചേ, അടുത്ത വചനങ്ങൾ ശ്രദ്ധിച്ചേ. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. എങ്ങനെയാ അവൻ തിരിച്ചു വന്നത്? അതായത് 10 പേര് പോയി ഇങ്ങനെ നടന്നു പോകുന്നു. മനസ്സിലത് കാണണേ. അവർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പോകുന്ന വഴി ഈ 10 പേരും സൗഖ്യപ്പെട്ടു.
പോകുന്ന വഴി 10 പേര് സൗഖ്യപ്പെട്ടു. പക്ഷെ അതിലൊരുത്തൻ അവൻ എന്ത് ചെയ്തു? വെറുതെ തിരിച്ചു വന്നല്ല. എങ്ങനെ തിരിച്ചു വന്നു? ബൈബിളിൽ എന്താ പറയുന്നത്? വായിച്ചേ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ദൈവത്തെ എങ്ങനെ സ്തുതിച്ചു? ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ തിരിച്ചു വന്നു. അപ്പോൾ അടുത്ത കാര്യം വായിച്ചേ. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. സ്തുതിച്ചു, ആരാധിച്ചു, നന്ദി. അപ്പോൾ അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. അതെ. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? എവിടെ? അടുത്ത വചനം. ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അടുത്ത വചനമാണ് നമ്മൾ പഠിക്കുന്ന വചനം. വായിച്ചേ. അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ സൗഖ്യപ്പെട്ടു? ഉച്ചത്തിൽ പറ. 10 പേര്. അതിൽ ഒരുത്തൻ തിരിച്ചു വന്നു അല്ലേ? എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം, ഈ തിരിച്ചു വന്നവന് എന്ത് മെച്ചം കിട്ടി? പറ ചേച്ചി, പറ. ഈ 10 പേർക്ക് സൗഖ്യം കിട്ടിയില്ലേ? ഈ 10 പേരിൽ ഇവന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? ഇവന് മാത്രം എന്ത് കിട്ടി? സ്പെഷ്യലായിട്ട് എന്ത് കിട്ടി? പൂർണ്ണ സൗഖ്യം കിട്ടി. കറക്റ്റ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് സൗഖ്യം കിട്ടിയില്ലേ? അല്ല, അവർക്ക് കിട്ടാത്തത് എന്തോ ഒന്ന് ഇവന് കിട്ടിയെന്ന്. അതെന്നതാ? അതെന്താ? രക്ഷ. പറഞ്ഞേ, ഒച്ചത്തിൽ പറഞ്ഞേ. 9 പേർക്ക് എന്ത് കിട്ടി? പറയൂ. ഒരുത്തൻ എന്ത് കിട്ടി? സൗഖ്യമാണോ രക്ഷയാണോ വലുത്? അതെന്താ അങ്ങനെ? സൗഖ്യം വേണ്ടേ? സൗഖ്യമാണോ രക്ഷയാണോ വലുത്? കാരണം പറ. കാരണം രക്ഷ ഒരിക്കലും നശിക്കുന്നില്ല. അത് നിത്യം നിലനിൽക്കുന്നു. അത് നിന്റെ ഉള്ളിലേക്ക് ലഭിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആമേൻ. 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 സൗഖ്യത്തിന്റെ പ്രത്യേകത എന്താ? സൗഖ്യം കിട്ടി. ഇന്ന് അവന്റെ കുഷ്ഠം മാറി. നാളെ ചിലപ്പോൾ അവന് വേറെ രോഗങ്ങൾ വരാം. മനസ്സിലാവുന്നുണ്ടോ? വേറെ രോഗങ്ങൾ വരാം. ഇപ്പം ഇവിടെ ഇരിക്കുന്നവർ തന്നെ ശ്രദ്ധിച്ചോണം. നിങ്ങളൊക്കെ ധ്യാനം കൂടിയും പ്രാർത്ഥിച്ചും പല രോഗപീഠകൾ മാറിയവരിവിടെയുണ്ട്. യെസ് ഓർ നോ? യെസ്, മാറിയവരിവിടെയുണ്ട്. പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയവരുണ്ട്. പക്ഷെ നമുക്കറിയാം, രോഗസൗഖ്യം കിട്ടി, പിന്നീട് നാള് കഴിഞ്ഞ് വേറെ രോഗങ്ങൾ വരാം, പല ദുരിതങ്ങൾ വരാം, പല അനുഭവങ്ങൾ വരാം. എന്നാൽ രക്ഷ കിട്ടിയാലുള്ള മെച്ചം എന്താണെന്നറിയാവോ? ഈ രക്ഷ നിന്റെ ഉള്ളിൽ നിന്നും ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം അത് നിത്യം നിലനിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് രക്ഷയ്ക്ക് വേണ്ടിയാണോ സൗഖ്യത്തിന് വേണ്ടിയാണോ? പറഞ്ഞേ. രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ സങ്കടകരമായ കാര്യം എന്താ? നമ്മുടെ ഒട്ടുമുക്കാലും പ്രാർത്ഥനകൾ ഈ ഭൂമിയിൽ ഇന്നോ നാളെയോ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന കൂടുതലും നമ്മൾ ചെലവഴിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മതി. മകൻ ജർമ്മനി പോണം അല്ലേ? നല്ല ആഗ്രഹമാണ് ജർമ്മനി പോണം. പക്ഷേ 24 മണിക്കൂറും എൻ്റെ മകൻ ജർമ്മനി, എൻ്റെ മകൻ ജർമ്മനി, എൻ്റെ മകൻ ജർമ്മനി അല്ലേ? ധ്യാനകേന്ദ്രങ്ങളായ ധ്യാനകേന്ദ്രങ്ങൾ മുഴുവൻ അല്ലേ? അന്തോനിസ് പുണ്യവാളം കഴിഞ്ഞിട്ട് യൂദാത്തദേവൂസ് അല്ലേ? എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മകൻ ജർമ്മനി. വീട് പണി, വീട് പണി, വീട് പണി. സ്ഥലം വിൽപ്പന, സ്ഥലം വിൽപ്പന, സ്ഥലം വിൽപ്പന. തലവേദന, കൈവേദന, കാലുവേദന, വയറുവേദന, ചെവിവേദന, കണ്ണുവേദന. ദൈവമേ, ദൈവമേ, ദൈവമേ. ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന്
ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുക. നീ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് രക്ഷ കിട്ടിയാലുണ്ടല്ലോ, ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ വന്നോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് രക്ഷ കിട്ടിക്കഴിഞ്ഞാൽ സൗഖ്യം, ജർമ്മനി, വിസ, വീടുപണി, സ്ഥലം വിൽപ്പന എല്ലാം നടന്നോളും. അപ്പൊ പ്രയോറിറ്റി നമ്മൾ ചിന്തിക്കണം. പ്രാധാന്യം എന്തിനുള്ളതാ? പറയൂ. രക്ഷ. രക്ഷ അതാണ് പ്രധാനപ്പെട്ടത്. കാരണം ഈ രക്ഷ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പിന്നീട് ഭാരപ്പെട്ട് ജീവിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും ഇപ്പോൾ മനസ്സിൽ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, എൻ്റെ അച്ഛാ ഞങ്ങൾക്കും വേണം രക്ഷ, എങ്ങനെ കിട്ടും? ഞങ്ങൾക്കും വേണം രക്ഷ, ഞങ്ങളും വേറെ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾക്കും വേണം, അതുകൊണ്ടാണ് ഞങ്ങൾ പോട്ട ആശ്രമത്തിൽ കഷ്ടപ്പെട്ടൊക്കെ വന്നിരിക്കുന്നത്, ഞങ്ങൾക്കും വേണം രക്ഷ. ഇന്ന് വിശുദ്ധ ഗ്രന്ഥം അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഈ വ്യക്തിക്ക് എങ്ങനെയാണ് രക്ഷ കിട്ടിയത്? പറഞ്ഞേ. ഈ പറഞ്ഞ 10 പേരിൽ ഒരുത്തന് മാത്രം രക്ഷ കിട്ടിയത് എങ്ങനെ? അവന്റെ തിരിച്ചുവരവ് എങ്ങനെ? പറ. അവന്റെ തിരിച്ചുവരവ് എങ്ങനെ? കൃത്യം വ്യക്തമായിട്ട് പറ, വെറുതെ പറയല്ലേ. അവൻ തിരിച്ചു വന്നത് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ തിരിച്ചു വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അവൻ യേശുവിൻ്റെ കാൽപാദത്തിൽ വീണു എന്ന് പറഞ്ഞാൽ ആരാധിച്ചിട്ട് അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്, നന്ദി പറഞ്ഞു. സ്തുതി, ആരാധന, നന്ദി. പറഞ്ഞേ. സ്തുതി, ആരാധന, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തുതി, ആരാധന, നന്ദി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുന്ന അവസ്ഥ. അതുകൊണ്ടാണ് സങ്കീർത്തകൻ നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിച്ചത്. സങ്കീർത്തനം 37:4 എന്താ പറഞ്ഞത്? കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ സ്തുതി, ആരാധന, നന്ദി. ദൈവത്തിന് നീ സ്തുതിക്കുന്നതനുസരിച്ച്, ആരാധിക്കുന്നതനുസരിച്ച്, നന്ദി പറയുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ ഈ രക്ഷ നീ അനുഭവിക്കും. നമ്മൾ ഈ പോട്ട ആശ്രമത്തിൽ വരുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമ്മൾ അനേക ശുശ്രൂഷകളിൽ പോകുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ നിങ്ങൾ കാണുന്നൊരു ശുശ്രൂഷ രീതി എന്താ? ഏതാ? സ്തുതി, ആരാധന. നിങ്ങൾ ഏത് ശുശ്രൂഷയ്ക്ക് പോയാലും അവിടെ ശുശ്രൂഷകർ ചെയ്യുന്ന പരിപാടി എന്താ? കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചോളാൻ പറയും, ഹല്ലേലൂയ പറയാൻ പറയും, കൈയടിച്ച് പാട്ട് പാടാൻ പറയും. അതെന്തിനാ? ഈ രക്ഷ അനുഭവിക്കുന്ന ഒരു എളുപ്പ വഴി ശുശ്രൂഷ വഴിയിൽ നമുക്ക് വേണ്ടി കാണിച്ചു തരുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരണമെങ്കിൽ ഒരു വലിയ സാധ്യത കർത്താവ് തരുന്നു. നീ നിന്റെ ജീവിതത്തെ ഒരു സ്തുതിയായും ആരാധനയായും നന്ദിയായും അർപ്പിച്ചാൽ അന്തരീക്ഷം മാറും. വിശ്വസിക്കുന്നവര് നല്ലൊരു കയ്യടി പരിശുദ്ധാത്മാവിന് കൊടുത്തേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ പഠിക്കണം. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളില് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഭാരങ്ങളും ഉണ്ട്, ഇല്ലേ? അത് ഓർത്തോണ്ടിരിക്കുക. ഇങ്ങനെ ഓർത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുമോ? ഇല്ല. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 24-ാം തിരുവചനം പഠിക്കാൻ പറ്റിയൊരു വചനഭാഗമാണ്. നമ്മുടെയൊക്കെ ഒരു സ്വഭാവമാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കേട്ടോണേ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 24-ാം തിരുവചനം വായിക്കാം. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞ ഇതാ. ഏത്? ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. അവരുടെ പ്രശ്നം എന്താണെന്നറിയോ? കുടിക്കാൻ വെള്ളമില്ല. വെള്ളമുണ്ട്, പക്ഷേ വെള്ളം കയ്പ് നിറഞ്ഞ വെള്ളമാണ്. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഞങ്ങൾ എന്ത് കുടിക്കും? ഞങ്ങൾ എന്ത് കുടിക്കും? ഇതാണ് അവരുടെ ചോദ്യം. ഞങ്ങൾ എന്ത് കുടിക്കും? അടുത്തുള്ള ആളോട് ചോദിച്ചേ, ഞങ്ങൾ എന്ത് കുടിക്കും? ചോദിക്കുന്നു. അടുത്തുള്ള ആളോട് ചോദിക്കും, ഞങ്ങൾ എന്ത് കുടിക്കും?
നമ്മുടെ മിക്കവാറും ഉള്ള പ്രശ്നത്തിന്റെ റൂട്ട് കിടക്കുന്ന എവിടെയാ? ഞങ്ങൾ എന്ത് തിന്നും, ഞങ്ങൾ എന്ത് കുടിക്കും, അല്ലേ? ഇതാണ് നമ്മുടെ മിക്കവാറും ഉള്ള ചോദ്യം. ദേ, നമ്മൾ മാത്രമല്ലെന്ന്, ഇസ്രായേൽക്കാരുടെ മെയിൻ പരിപാടി ഇതായിരുന്നു. ഇവരെപ്പോഴും മോശയോടും അഹറോനോടും ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം ഈ കൊള്ള ഇതെങ്ങോട്ടാ പോണേ, ഞങ്ങൾ എന്നാ തിന്നും, ഞങ്ങൾ എന്ത് കുടിക്കും. അവര് പിറുപിറുത്തു. ശ്രദ്ധിച്ചേ, നിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഇഷ്ടം പോലെ കൈപ്പേറിയ അനുഭവങ്ങളുണ്ട്. കൈപ്പേറിയ അനുഭവങ്ങൾ നീ പിറുപിറുത്തുകൊണ്ടിരുന്നാൽ, പരാതി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാറുവോ? ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ശ്രദ്ധിച്ചു കേട്ടോണം. ഭർത്താവ് മദ്യപാനി. ഇവിടെ കഴിഞ്ഞ ആഴ്ച ധ്യാനത്തിന് വന്ന ഒരു ചേച്ചി എൻ്റെ ആ ചേച്ചിയുടെ സങ്കടം പറയുവാണ്. അച്ഛാ, ഞാൻ മടുത്തു, ഇത് ഞാൻ എൻ്റെ കൂട്ടത്തിൽ ജീവിക്കാൻ എന്നെ പറ്റത്തില്ല, ഞാൻ മടുത്തു. ഈ ചേച്ചി പറഞ്ഞത് എൻ്റെ കൂട്ടത്തിലുള്ളവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ കൂടെ പഠിച്ചവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നു, ഞാൻ മാത്രം ഈ ആളുടെ അടിമ. എൻ്റെ അച്ഛാ, എന്തൊരു മദ്യപാനം! ഉപദേശിച്ച് മടുത്തു. എങ്ങനെ മടുത്തു? ഉപദേശിച്ച് ആരും മടുത്തു? ഉപദേശിച്ച ചേച്ചിയും മടുത്തു, കേട്ട ചേട്ടനും മടുത്തു, ഉപദേശിച്ച് മടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, ഇനി എന്താ പരിപാടി? അതിനല്ലേ ഇങ്ങോട്ട് വന്നത്, അച്ഛൻ പറ. ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു വഴിയുണ്ട്, ഈ ഭർത്താവിനെ ഓർത്ത് സ്തുതിക്കണം. ചേച്ചി എന്നോട് ചോദിച്ചു, എന്നെ കളിയാക്കുവാണ് അച്ഛൻ? മദ്യപാനിയായ എൻ്റെ ഭർത്താവിനെ ഓർത്ത് എന്നാ സ്തുതിക്കാനാ അച്ഛ? എനിക്ക് അയാളെ കാണുന്നത് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പ്രാർത്ഥിക്കാറൊന്നുമില്ല അച്ഛാ. കുറേ നാളൊക്കെ പ്രാർത്ഥിച്ചു, കുറേ നൊവേന നേർന്ന്, അതൊക്കെ ഇപ്പം ഞാൻ നിർത്തി. ഇനി ഞാൻ രക്ഷപ്പെടാൻ വല്ല കാര്യമുണ്ട് അച്ഛൻ പറ. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നാ ഉദ്ദേശിക്കണേ? ഭർത്താവിനെ വേണ്ടേ? വേണമെങ്കിൽ എന്തു ചെയ്യണം? നീ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭർത്താവ് മാറി വേറൊരു ഭർത്താവിനെ കിട്ടുമോ? ഇല്ല. സഹോദരിക്ക് ചെയ്യാവുന്ന കാര്യം, ഈ മദ്യപാനിയായിട്ടുള്ള ഭർത്താവിനെ ഓർത്ത് സ്തുതിച്ചാൽ അന്തരീക്ഷം മാറും. ചിലരിപ്പം നെറ്റി ചുളിയുന്നുണ്ട്. അതെങ്ങനെ അച്ഛാ? ഒന്ന് വായിച്ചേ, അടുത്ത വചനം ഒന്ന് വായിച്ചേ, 25-ാം വചനം വായിച്ചേ. ഞങ്ങൾ എന്തു കുടിക്കും? അടുത്ത വചനം. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അല്ല, അത് കൃത്യം ആരാന്നൊക്കെ പറ. വചനം വായിച്ചേ. അവിടുന്ന് അവരെ പരീക്ഷിച്ചു, അവിടുന്ന് അരുളി ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം. അത് കൃത്യമായിട്ട് വായിച്ചു കേട്ടോ. 24-ാം വചനം തൊട്ട് വായിച്ചു. 24 ശ്രദ്ധിച്ചോ കേട്ടോ. 24-ാം വചനം. ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഞങ്ങൾ എന്തു കുടിക്കും? നെക്സ്റ്റ് സെന്റൻസ് കൃത്യമായിട്ട് വായിച്ചേ. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ആര്? മോശ. ആര് പറ? മോശ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഈ ജനം വന്ന് മോശയോട് പരാതി പറഞ്ഞപ്പോൾ മോശയും വേണമെങ്കിൽ, നമ്മുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, എന്ത് ചെയ്യും? നമ്മളും കൂടി പിറുപിറുക്കാൻ തുടങ്ങും, അല്ലേ? ഇപ്പം നിങ്ങളോട് ആരെങ്കിലും ഒരു സങ്കടം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ സങ്കടവും കൂടെ ആളോട് പറഞ്ഞിട്ട് ആ ആളുടെ സങ്കടം വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറഞ്ഞുകൊണ്ടിരുന്ന് പിരിഞ്ഞു പോകും. ഒരു കാര്യമില്ല. മോശ എന്ത് ചെയ്തു? മോശ ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മോശ ഈ പരാതി പറഞ്ഞവരോട് കൂടെ നിൽക്കാതെ മറിച്ച് സ്വർഗത്തിലേക്ക് നോക്കി വിളിച്ച് പ്രാർത്ഥിച്ചെന്ന്. അപ്പോൾ എന്ത് സംഭവിച്ചു? തൊട്ടടുത്ത വചനം വായിച്ചേ. അവിടുന്ന് അവന് ഒരു തടിക്കഷണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. ശ്രദ്ധിച്ചേ, അത് വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളം മധുരിച്ചു. ആ വെള്ളം ഇത്രയും നേരം എങ്ങനെയായിരുന്നു? കയ്പ് നിറഞ്ഞതായിരുന്നു. എന്തു ചെയ്തപ്പോഴാണ് ആ വെള്ളം മധുരിച്ചത്? തടിക്കഷണം വെള്ളത്തിലിട്ടു. തടിക്കഷണം അവിടെ നേരത്തെ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞ ആ കാര്യം, ഏത് കാര്യം? എടാ, ഈ തടിക്കഷണം എടുത്ത് വെള്ളത്തിലിടൂ. മോശ അത് ചെയ്യാൻ തയ്യാറായി. നമ്മളാണെങ്കിലോ? പിന്നെ തടിക്കഷണം ഇട്ടാൽ വെള്ളം മധുരിക്കുമോ? ഇന്ന് വരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ദൈവമേ, വേറെ വല്ലതും പറയൂ, ഇച്ചിരിയുടെ കടുപ്പമുള്ളത് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഇതിപ്പോ എന്നാ പണിയാ? മോശ എന്ത് ചെയ്തു? ചോദ്യമൊന്നും ചോദിച്ചില്ല. ദൈവം പറഞ്ഞ കാര്യം അതേപടി ചെയ്തു. ആ തടിക്കഷണം എടുത്ത് വെള്ളത്തിലിട്ടു. ഉടനെ എന്ത് സംഭവിച്ചു? ആ വെള്ളം മധുരിച്ചു. ആ വെള്ളം മാറിപ്പോയി വേറെ വെള്ളം വന്നോ?
ഇസ്രായേൽ ജനത്തെ അവിടുന്ന് കൊണ്ടുപോയി ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കേണ്ട, അപ്പുറത്ത് വേറെ വെള്ളമുണ്ട്, അത് കുടിച്ചു. അങ്ങനെയാണോ? കയ്പ് നിറഞ്ഞ അതേ വെള്ളത്തെ ദൈവം മധുരമുള്ളതാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഭർത്താവിനെ ഓർത്തുകൊണ്ട് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ആ ഭർത്താവിനെ മാറ്റി പുതിയ ഭർത്താവിന് കിട്ടും. ആണോ? അല്ല, അല്ല. മറിച്ച് അതേ കുഴപ്പം നിറഞ്ഞ ഭർത്താവിനെ ദൈവം മധുരമുള്ളതാക്കി മാറ്റും. വിശ്വസിക്കുന്നവരൊരു ആമേൻ പറഞ്ഞേ. ഇപ്പൊ ചേട്ടാ മകനെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ഓ മകൻ താൻ തോന്നി ശരിയാവുന്നില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ച് വിഷമിച്ച് ഇതിനെ ഒരു സ്തുതിപ്പാക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം ഈ മകന് പകരം വേറെ മകനെ തരുമെന്നാണോ? അല്ല, അതേ മകനെ തന്നെ ദൈവം വിശുദ്ധീകരിക്കും. അല്ലാതെ നിനക്ക് പുതിയൊരു വീട് കിട്ടുമെന്നല്ല, ഒരു അന്തരീക്ഷം മാറും. ദൈവം അതേ സാഹചര്യത്തിൽ തന്നെ ദൈവം പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവര് വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പ്രാർത്ഥിക്കുന്നുവോ, ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അതേ സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവും, അന്തരീക്ഷത്തിൽ മാറ്റമുണ്ടാവും. അത്രയും നേരം പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തെ അനുകൂലമായ ഒരു സാഹചര്യമാക്കി ദൈവം മാറ്റും. അതാണ് സ്തുതി, ആരാധന, നന്ദി ഇവിടെ പ്രത്യേകത. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 25-26 വളരെ ഫെമിലിയർ ആയിട്ടുള്ള വചനഭാഗമാണ്. ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 16 വേഴ്സ് 25 and 26. 25-26 അറിയാവുന്ന വചനം വായിച്ചോ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കണ്ടോ കണ്ടോ? എവിടെ എവിടെ എവിടെ? ജയിലിനുള്ളിൽ, സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലത്ത് എത്ര പേര് സ്തുതിച്ചു? 2 പേര് സ്തുതിച്ചു. ഏത് സമയത്ത് സ്തുതിച്ചു? അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ഉറങ്ങേണ്ട സമയത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു, അല്ലേ? നമ്മളെപ്പോലെ കറങ്ങുന്ന ഫാന്റെ ചുവട്ടിൽ ചാരി കിടന്നുകൊണ്ടാണോ സ്തുതിച്ചത്? അല്ലെന്ന്. ഇങ്ങനെ നമ്മളെപ്പോലെ സുഖമായിട്ടിരിക്കാനുള്ള അന്തരീക്ഷമൊന്നുമല്ല. പക്ഷേ പൗലോസും സീലാസും അവർക്ക് കിട്ടിയ സാഹചര്യം അനുകൂലമാണോ? പ്രാർത്ഥിക്കാൻ പറ്റിയ സാഹചര്യമാണോ? അല്ലെന്ന്. ജയിലിനുള്ളിലാണ്. അവരെങ്ങനെ പ്രാർത്ഥിച്ചു? ബൈബിൾ വചനം പറയുന്നു, കീർത്തനം പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ദൈവത്തെ സ്തുതിച്ചു, പാട്ടുപാടി സ്തുതിച്ചു. അവർക്ക് പാട്ടുപാടി കൊടുക്കാൻ അവരുടെ കീബോർഡിസ്റ്റ് ഉണ്ടോ? അവിടെ കൊയർ മെമ്പേഴ്സ് ഉണ്ടോ? പോട്ടാശ്രമത്തിൽ ഗായക സംഘം ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്ത് ചെയ്തു? അവരവരുടെ ജീവിത രീതിക്കനുസരിച്ച് അവരങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. 2 കൈയിലെയും ചങ്ങലകൾ കൂട്ടിയടിച്ച് അവർ പാട്ടുപാടി ഒച്ചയുണ്ടാക്കി ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും നന്ദി പറയാനും ആരംഭിക്കുമ്പോൾ നിന്റെ പ്രതികൂല സാഹചര്യം അനുകൂല സാഹചര്യമായിട്ട് മാറും. വിശ്വസിക്കുന്നവര് വലതുകരം ഉയർത്തി ഒച്ചത്തിൽ ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയെന്ന് മനസ്സിലാകും. ഒന്ന് വായിച്ച് 26-ാം വചനം. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കണ്ടോ? ശ്രദ്ധിച്ചോണേ. സാഹചര്യം മാറാൻ തുടങ്ങി, അന്തരീക്ഷത്തിൽ മാറ്റം. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എത്ര പേര് പ്രാർത്ഥിച്ചു? 2 പേര്. 2 പേർക്ക് രക്ഷപ്പെടണമെങ്കിൽ എത്ര വാതിൽ തുറന്നു കിട്ടണം? ഒരെണ്ണം പോരെ. പക്ഷെ ബൈബിള് പറയുന്നു എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് മനസ്സിലായി? എന്റെ പൊന്നു ചേച്ചി ഇവിടെ വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചേച്ചിയുടെ പ്രാർത്ഥന കൊണ്ട് ചേച്ചിയുടെ വീട്ടിലുള്ള വർഷങ്ങളായിട്ടുള്ള ഇരുട്ട് മാറും. അതാണ് അതിന്റെ അഭിഷേകം. ഈ വ്യക്തിയുടെ, നിങ്ങളുടെ ഒരൊറ്റ വ്യക്തിയുടെ പ്രാർത്ഥന കൊണ്ട് നാളുകളായിട്ടുള്ള ഇരുട്ടിൽ പരിശുദ്ധാത്മാവ് പ്രകാശം തരും. നമ്മുടെയൊക്കെ കുടുംബത്തിലെ ചില കെട്ടുകൾ, ചങ്ങലകൾ, അടഞ്ഞു കിടക്കുന്ന വാതിലുകളുണ്ട്. എന്നാൽ നിന്റെ പ്രാർത്ഥനയിലൂടെ ആ മേഖലയിൽ ഒരു അഭിഷേകം തെളിയും.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാണ് നിന്നെ ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ചിലർ ചിന്തിക്കും, എൻ്റെ വീട്ടിലുള്ളവരൊന്നും വന്നിട്ടില്ല, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. മതി, നിന്നെ എന്തിനാ കർത്താവ് ഇവിടെ കൊണ്ടുവന്നത്? നിന്നിലൂടെയാണ് നിന്റെ വീട് രക്ഷപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, നിന്നിലൂടെയാണ് നിന്റെ വീട് രക്ഷപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നത്. പറഞ്ഞു കൊടുക്കുക. അതിന് മനസ്സിലായില്ല, ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കുക. ഓൺലൈനൊക്കെ ഉള്ളവർ അടുത്തിരിക്കുന്നവരോട് പറയൂ, നിന്നിലൂടെയാണ് നിന്റെ വീട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കണമെന്ന്. നിന്റെ പ്രാർത്ഥനയിലൂടെയാണ് ദൈവം നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ട്, പരിശുദ്ധാത്മാവിന് നിന്റെ മേൽ പ്രവർത്തിക്കാനുണ്ട്. അതുകൊണ്ടാണ് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചോളൂ. നീ വിഷമിക്കേണ്ടെന്ന്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ, വിദേശത്തുള്ള മകൻ ഒരു അപകടത്തിൽപ്പെട്ട് അവിടെ ആശുപത്രിയിൽ കിടക്കുന്നു. ഈ അമ്മ സങ്കടത്തോടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന മകന്റെ മേലുള്ള ഒരു സൗഖ്യമാണ്. ഈ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവെന്ന് വിളിക്കുമ്പോൾ ദൂരെയുള്ള മകനിലേക്ക് അഭിഷേകം ഒഴുകപ്പെടും. അതാണ് അഭിഷേകം. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. കല്യാണം കഴിഞ്ഞിട്ട് മകൾക്കൊരു കുഞ്ഞില്ല എന്നുള്ള ദുഃഖവുമായിട്ട് മറ്റൊരമ്മ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. വർഷങ്ങളേറെ കഴിഞ്ഞു. മകളെക്കുറിച്ചും മകളുടെ ഭർത്താവിനെ കുറിച്ചും വലിയ ഭാരം. എന്താ ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ? നീ വിഷമിക്കേണ്ടെന്ന്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ ഒഴുകും. ലൂക്കാസ് വിശേഷം 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത് സംഭവിക്കും. അസാധ്യമായ കാര്യങ്ങൾ കർത്താവ് നിനക്ക് സാധിച്ചു തരും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് ഓരോരുത്തർക്കും, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുൾപ്പെടെ ശ്രദ്ധിച്ചോളൂ, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. കൃത്യം വ്യക്തമായിട്ട് ചിലരോട് ചില കാര്യങ്ങൾ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടുന്നു. ഇത് കെട്ടുകഥയല്ല, മറിച്ച് എവിടെയെങ്കിലും വായിച്ച് മാറ്റി നിർത്തിയതല്ല, മറിച്ച് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം നിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നീ വിശ്വസിക്കൂ. ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 അളവില്ലാതെ നിറയണമേ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും അഭിഷേകത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. എല്ലാ തടസ്സങ്ങളും പരിശുദ്ധാത്മാവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ ജ്വലനം, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം മുതലുള്ള വചനത്തിന്റെ ശക്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലോട്ട് കടന്നു വരട്ടെ. പുതിയൊരു അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് ഒഴുകുന്നു. തടസ്സങ്ങൾ കർത്താവെടുത്ത് മാറ്റുന്നു. വചനത്തിന്റെ അഭിഷേകം തുറക്കപ്പെടുന്നു. ഹൃദയത്തിന്റെ ഭാരം കർത്താവ് മാറ്റുന്നു. ഹൃദയം തുറന്ന് വചനം കേൾക്കാൻ കർത്താവ് ചിലർക്ക് ശക്തിയും ബലവും നൽകുന്നു. ചിലരുടെ ഉള്ളിലുള്ള സങ്കടം, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഭാരപ്പെടുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടും. അത്ഭുതകരമായിട്ട് പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടും. ഓ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നെഞ്ചുവേദനയോടുകൂടെ വലിയ ഭാരത്തോടുകൂടെ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ആ സഹോദരൻ, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു കേട്ടോ. സഹോദര, വിശ്വസിച്ചോ, നിന്റെ ശ്വാസ നിശ്വാസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. യെസ്, ബിലീവ് ആൻഡ് ക്ലെയിം the mighty power Holy Spirit upon my body. യേശുവിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിൽ വെളിപ്പെടുന്ന സമയം വിശ്വസിച്ചോളൂ. ഭാരപ്പെടണ്ട. അടിക്കടി കുടുംബത്തിൽ ചില അപകടങ്ങളും ചില തടസ്സങ്ങളും അനുഭവിക്കുന്നതിന്റെ പേരിൽ ഒരു കുടുംബം ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടല്ലോ. അവരുടെ സങ്കടം എന്താ? ഞങ്ങൾക്കെതിരെ ആരെങ്കിലും കൂടോത്രമോ മന്ത്രവാദമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
നീ അതിനെ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്കതിനെ സമയമുള്ളൂ. നീ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കാൻ. എത്ര വലിയ തിന്മയുടെ കെട്ടുകളാണെങ്കിലും ആ കെട്ടഴിയും. നീ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ ശക്തി ഉയരുന്നതനുസരിച്ച് തിന്മയുടെ അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ കെട്ടുകൾ എഴിയും. നീ വിശ്വസിച്ചോ? നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ പരിശുദ്ധാത്മാവ് എന്നിലും നിറയട്ടെ. ആഗ്രഹിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.